നാരായണേട്ടൻ്റെയും ശാരദയുടെയും ഓടിട്ട വീടിൻ്റെ പൂമുഖത്ത് പതിവില്ലാത്ത നിശബ്ദത തളം കെട്ടി നിന്നു. അവരുടെ ഏകമകൻ അരുണും ഭാര്യ മീരയും തമ്മിൽ കുറച്ചു കാലമായി അകൽച്ചയിലായിരുന്നു. അടച്ചിട്ട മുറികളിൽ നിന്നുള്ള നേർത്ത സംസാരങ്ങളും ചിലപ്പോൾ ഉയർന്ന ശബ്ദത്തിലുള്ള കലഹങ്ങളും ആ വൃദ്ധ ദമ്പതികളുടെ മനസ്സിൽ കരിനിഴൽ വീഴ്ത്തി. എന്താണ് കാരണമെന്ന് എത്ര ചോദിച്ചിട്ടും അവർ ഒഴിഞ്ഞുമാറി. അതൊരു പ്രൈവസിയുടെ കാര്യമാണച്ചാ എന്ന പതിവ് മറുപടിയിൽ ആ ചോദ്യങ്ങൾ മുങ്ങിപ്പോയി. നാരായണേട്ടൻ്റെ ചുളിവുകൾ വീണ മുഖത്തും ശാരദയുടെ വിഷാദഭരിതമായ കണ്ണുകളിലും ആ ഉത്തരം ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു. ഒരു വൈകുന്നേരം ചായ കുടിക്കുന്നതിനിടെ ശാരദ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, എന്തോ ഒരു പന്തികേടുണ്ട് നാരേട്ടാ. പണ്ടത്തെ പോലെയല്ല അവരുടെ സംസാരം. ഒരു ഭയം പോലെ. അവർക്കിടയിൽ എന്തോ ഒരു അദൃശ്യമായ ഭീതി ഉയർന്നു വരുന്നതുപോലെ. നാരായണേട്ടൻ ദൂരേക്ക് നോക്കിയിരുന്നു. എനിക്കും തോന്നിയിട്ടുണ്ട് ശാരദേ, എന്തോ മറയ്ക്കുന്നുണ്ട് അവർ നമ്മളിൽ നിന്ന്. പ്രൈവസി എന്ന വാക്കിന് പിന്നിൽ എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഈ പ്രൈവസി എന്താണെന്ന് കണ്ടെത്തിയേ പറ്റൂ. ശാരദയും അദ്ദേഹത്തെ എല്ലാ പിന്തുണയും നൽകി. അടുത്ത ദിവസം രാവിലെ തന്നെ അവർ ടൗണിലേക്ക് പുറപ്പെട്ടു. ഒരു രഹസ്യം കണ്ടെത്താനുള്ള യാത്ര പോലെയായിരുന്നു അത്. ആദ്യം അവരെത്തിയതൊരു വലിയ ഫർണിച്ചർ കടയിലായിരുന്നു. അവിടെ പലതരം കസേരകളും മേശകളും അലമാരകളും നിരന്നു കിടന്നു. കാരണം മക്കളിപ്പോൾ റൂമിലാണ് വഴക്ക് കൂടുന്നത്. അവിടെ എന്തെങ്കിലും കുറവുണ്ടോ? നാരായണേട്ടൻ കടയുടമയോട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ഞങ്ങൾക്ക് ഒരു പ്രൈവസി വേണം. കടയുടമ നെറ്റി ചുളിച്ച് അവരെ ആകാംക്ഷയോടെ നോക്കി. എന്നിട്ട് കടയുടെ ഒരു ഭാഗത്തേക്ക് അവരെ കൊണ്ടുപോയി. അവിടെ പലതരം മരത്തിലും പ്ലാസ്റ്റിക്കിലുമുള്ള പാർട്ടീഷനുകൾ നിരത്തി വച്ചിരുന്നു. ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? റൂമുകൾ വേർതിരിക്കാനുള്ള? നാരായണേട്ടനും ശാരദയും പരസ്പരം നോക്കി. ശാരദ പതിയെ പറഞ്ഞു, ഇതല്ല നാരായട്ടാ. ഇത് 2 കട്ടിലുകൾക്കിടയിൽ വെക്കാനുള്ളതാണെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഒരുമിച്ച് ജീവിക്കുന്നത്? അടുപ്പം കുറയ്ക്കാനുള്ളതല്ലോ വിവാഹം. നാരായണേട്ടൻ തലയാട്ടി. അവരുടെ അന്വേഷണം അവിടെയും വിഫലമായി. പിന്നീട് അവരുടെ ചിന്തകൾ മൊബൈൽ ഫോണിലേക്ക് നീണ്ടു. എപ്പോഴും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന മകനെയും മരുമകളെയും അവർ ഓർത്തു. ഒരുപക്ഷെ ഈ വഴക്കിൻ്റെ പ്രധാന കാരണം ഫോൺ ഉപയോഗത്തിലെ ഈ പ്രൈവസി ആയിരിക്കുമോ? അവർക്കൊരു സംശയം. അവർ നേരെ അടുത്തുള്ള ഒരു മൊബൈൽ കടയിലേക്ക് നടന്നു. കടയിൽ പുതിയ മോഡൽ ഫോണുകളും ടാബുകളും നിരത്തിവെച്ചിരുന്നു. നാരായണേട്ടൻ കടക്കാരനോട് ചോദിച്ചു, ഒരു പ്രൈവസി വേണം. കടക്കാരൻ സംശയത്തോടെ അവരെ നോക്കി. ഏത് ഫോണിനാണ് വേണ്ടത്? മോഡൽ ഏതാണ്? നാരായണേട്ടൻ പരിഭ്രമിച്ചു. ഫോൺ ഞങ്ങളുടെ കയ്യിലില്ല, അത് മക്കളുടെ കയ്യിലാണ്. ശാരദ ഇടപെട്ടു. ഒന്ന് കാണാൻ പറ്റുമോ? അതെങ്ങനെയുള്ളതാണെന്ന്? മറ്റുള്ളവർ നോക്കുമ്പോൾ സ്ക്രീൻ കാണാൻ പറ്റാത്തൊരു ഗ്ലാസ്. കടക്കാരൻ ചിരിച്ചുകൊണ്ട് ഒരു പ്രൈവസി സ്ക്രീൻ കാർഡ് എടുത്ത് അവർക്ക് കാണിച്ചു കൊടുത്തു. ഇത് ഫോണിൽ ഒട്ടിച്ചാൽ സൈഡിൽ നിന്ന് നോക്കുന്നവർക്ക് സ്ക്രീനിലൊന്നും കാണാൻ കഴിയില്ല. നിങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കാം. അപ്പോഴും നാരായണേട്ടനും ശാരദയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അവരുടെ കണ്ണുകളിൽ വീണ്ടും നിരാശ നിറഞ്ഞു. ഇതുമായിരിക്കില്ല, നാരായണേട്ടൻ മെല്ലെ പറഞ്ഞു. ഇത്ര സ്വകാര്യമായി ഫോൺ നോക്കാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അവർ വഴക്കിടുന്നത്? അത് പങ്കുവെക്കേണ്ട ഒന്നാണല്ലോ. അവർ നിരാശയോടെ കടയിൽ നിന്നിറങ്ങി. പ്രൈവസി എന്ന വാക്ക് ഒരു മായ പോലെ അവരെ പിന്തുടർന്നു. നിരാശയോടെ അവർ തിരികെ വീട്ടിലേക്കുള്ള ബസ് കയറി. ബസ് നിറയെ ആളുകളുണ്ടായിരുന്നു. കണ്ടക്ടർ ടിക്കറ്റിനുള്ള പൈസ വാങ്ങാൻ വന്നപ്പോൾ പൈസ കൊടുക്കുന്നതിനിടെ നാരായണേട്ടൻ ആകാംക്ഷയോടെ ചോദിച്ചു, ഒരു പ്രൈവസി? നാരായണേട്ടൻ്റെ ചോദ്യം കേട്ടതും കണ്ടക്ടർ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി.
ഈ പബ്ലിക് ബസ്സിൽ ഞാൻ എവിടെയാണ് നിങ്ങൾക്ക് പ്രൈവസി ഉണ്ടാക്കി തരുന്നത്? ഇത് എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ള സ്ഥലമാണ്. കണ്ടക്ടറുടെ ചിരി കേട്ട് ബസ്സിലുണ്ടായിരുന്ന മറ്റു യാത്രക്കാരും ചിരിക്കാൻ തുടങ്ങി. ചിലർ അവരെ തുറിച്ചു നോക്കി. നാരായണേട്ടനും ശാരദയും ലജ്ജ കൊണ്ട് തല താഴ്ത്തി. ഒരു നിമിഷം അവർക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോകാൻ തോന്നിച്ചു. ചിരിയുടെയും അടക്കം പറച്ചിലിൻ്റെയും നടുവിൽ അവർ അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങി. ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ നാരായണേട്ടൻ ശാരദയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ഈ പ്രൈവസി എന്തൊരു ദുരന്തം പിടിച്ച വാക്കാണ് ശാരദേ. ഒരേ കാര്യം ചോദിച്ചിട്ട് ഓരോരുത്തരും ഓരോന്നാണ് പറയുന്നത്. ഇത് എവിടെയാണ് ചെന്ന് നിൽക്കുക എന്ന് എനിക്കൊരു പിടിയുമില്ല. ശാരദ മറുപടിയില്ലാതെ അദ്ദേഹത്തെ നോക്കി. അവരുടെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം അവശേഷിച്ചു. എന്താണ് ആ പ്രൈവസി? എന്തുകൊണ്ടാണ് അത് അവരുടെ കുടുംബത്തെ ഇത്രയധികം അകറ്റുന്നത്? ബസ് സ്റ്റോപ്പിലെ വെയിലത്ത് ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോഴാണ് നാട്ടിലെ മെമ്പർ ദാസൻ അവരെ ശ്രദ്ധിച്ചത്. എന്താ നാരായണേട്ടാ, ശാരദയമ്മേ ഇവിടെ നിൽക്കുന്നത്? ബസ് കിട്ടിയില്ലേ? ദാസൻ സ്നേഹത്തോടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. നാരായണേട്ടൻ മടിച്ചു മടിച്ച് നടന്നതെല്ലാം പറഞ്ഞു. മകനും മരുമകളും തമ്മിലുള്ള വഴക്ക്, പ്രൈവസി എന്ന വാക്ക്, അത് തേടിയുള്ള അവരുടെ യാത്ര, ഫർണിച്ചർ കടയിലെയും മൊബൈൽ കടയിലെയും അനുഭവങ്ങൾ, ഒടുവിൽ ബസ്സിലെ ചിരി, എല്ലാം കേട്ട് ദാസൻ പുഞ്ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് അറിവുള്ള ഒരു ഭാവം തെളിഞ്ഞു. അതാണോ കാര്യം? എനിക്കറിയാം നാരായണേട്ടാ, ദാസൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞാൽ അതൊരു പക്ഷെ ശരിയാവില്ല. ഇത് കുറച്ചുകൂടി ഗഹനമായ കാര്യമാണ്. ഇവിടെ ടൗണിൻ്റെ അടുത്തൊരു കൗൺസിലിംഗ് സെൻ്ററുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റേതാണ്. ഞാൻ നിങ്ങളെ അവിടെ ഇറക്കിത്തരാം. അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഈ പ്രൈവസി എന്താണെന്നും എന്തിനാണ് നിങ്ങളുടെ മക്കൾ എങ്ങനെ പറയുന്നതെന്നും അവർക്ക് നിങ്ങളെ മനസ്സിലാക്കിക്കാൻ കഴിയും. ഒരുപക്ഷേ നിങ്ങൾക്കൊരു വഴി കാണിച്ചും തരും. ആദ്യം ഒരു മടി തോന്നിയെങ്കിലും ഒരു വഴിയാകുമെന്ന് കരുതി നാരായണേട്ടനും ശാരദയും മെമ്പറുടെ കൂടെ കൗൺസിലിംഗ് സെൻ്ററിലേക്ക് പോയി. അവരുടെ ഹൃദയങ്ങളിൽ ഒരു നേരിയ പ്രതീക്ഷയുടെ തിരുനാളം തെളിഞ്ഞു. അവർ കൗൺസിലിംഗ് സെൻ്ററിൻ്റെ ശാന്തമായ ഓഫീസിലേക്ക് കയറി ചെന്നു. പുറത്തെ ബഹളത്തിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ ഒരുതരം സമാധാനപരമായ നിശബ്ദത നിറഞ്ഞു നിന്നു. അവിടെയുണ്ടായിരുന്ന ഒരു സ്റ്റാഫ് അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. അവർക്ക് കുടിക്കാനായി വെള്ളം നൽകി. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. പിന്നീട് ഇരിക്കാൻ പറഞ്ഞിട്ട് കൗൺസിലറെ അറിയിക്കാൻ അകത്തേക്ക് പോയി. നാരായണേട്ടനും ശാരദയും പരസ്പരം നോക്കി. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടങ്കഥയുടെ ഉത്തരം ഇവിടെ നിന്ന് ലഭിക്കുമോ എന്ന് അവർ ആകാംക്ഷയോടെ കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞ് സ്റ്റാഫ് തിരികെ വന്ന് കൗൺസിലർ അവരെ വിളിക്കുന്നുണ്ടെന്ന് അറിയിച്ചു. നാരായണേട്ടനും ശാരദയും അല്പം ആകാംക്ഷയോടെ കൗൺസിലിംഗ് റൂമിലേക്ക് പ്രവേശിച്ചു. പ്രസന്നവദനായ ഒരു മധ്യവയസ്കൻ, ഡോക്ടർ രവി മേനോൻ എന്ന് പേരെഴുതിയ ബോർഡ് കസേരയ്ക്ക് പിന്നിൽ കാണാമായിരുന്നു. അദ്ദേഹം അവരെ ചിരിയോടെ സ്വീകരിച്ച് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. പറയൂ, എന്താണ് വിഷയം? ഡോക്ടർ രവി ശാന്തമായി ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ആർദ്രതയും വിശ്വാസ്യതയും ഉണ്ടായിരുന്നു. നാരായണേട്ടൻ നടന്ന കാര്യങ്ങൾ മുഴുവൻ വിശദമായി പറഞ്ഞു. മകനും മരുമകളും തമ്മിലുള്ള പ്രശ്നം, പ്രൈവസി എന്ന വാക്കിൽ ഒതുങ്ങുന്ന വഴക്കുകൾ, അത് തേടിയുള്ള അവരുടെ അന്വേഷണം, ഓരോ സ്ഥലത്തും ലഭിച്ച വ്യത്യസ്തമായ പ്രതികരണങ്ങൾ, ബസ്സിലുണ്ടായ അനുഭവം, എല്ലാം കേട്ട് ഡോക്ടർ രവി ശ്രദ്ധയോടെ തലയാട്ടി. ചിലപ്പോൾ പുഞ്ചിരിച്ചു,
ചിലപ്പോൾ ഗൗരവത്തിലായി. ശാരദ ആകാംക്ഷയോടെ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി, ഒരു വിധി കാത്തിരിക്കുന്ന പോലെ. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഡോക്ടർ രവി ഒന്ന് ദീർഘമായി ശ്വാസമെടുത്ത് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിച്ചു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഒരു ഗുരുവിൻ്റെ ഗാംഭീര്യവും ഒരു സുഹൃത്തിൻ്റെ ആർദ്രതയുമുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാടുകളിൽ കൂട്ടുകുടുംബങ്ങൾ നിലനിന്നിരുന്നു. ഡോക്ടർ രവി പറഞ്ഞു തുടങ്ങി. അവിടെ ഓരോ വ്യക്തിക്കും ഒരു തുറന്ന പുസ്തകം പോലെയായിരുന്നു ജീവിതം. ഒരാളുടെ സന്തോഷവും ദുഃഖവും മറ്റൊരാൾ അറിഞ്ഞു. പ്രശ്നങ്ങൾ വന്നാൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് പരിഹരിച്ചു. പ്രൈവസി എന്നൊരു വാക്കിനവിടെ വലിയ സ്ഥാനമുണ്ടായിരുന്നില്ല. എല്ലാവരും എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു താങ്ങും തണലുമായിരുന്നു. ഒരു വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് ചിരിച്ചു, ഒരുമിച്ച് കരഞ്ഞു. അതാണ് നമ്മുടെ പൈതൃകം. എന്നാൽ കാലം മാറി, അദ്ദേഹം തുടർന്നു. കൂട്ടുകുടുംബങ്ങൾ മാറി അണുകുടുംബങ്ങളായി. ഭർത്താവും ഭാര്യയും മക്കളുമടങ്ങുന്ന ചെറിയ ലോകം. അപ്പോഴും പുറത്തു നിന്നുള്ള കാഴ്ചയിൽ അതൊരുമയുള്ളൊരു കുടുംബമായിരുന്നു. എന്നാൽ ഈ പ്രൈവസി എന്ന വില്ലൻ അവിടേക്കും പതുക്കെ കടന്നുകൂടി. ഭർത്താവ് തൻ്റെ കാര്യങ്ങളിൽ ഭാര്യ ഇടപെടുന്നതിനെ അലോസരമായി തോന്നി. ഭാര്യയ്ക്ക് തൻ്റെ കാര്യങ്ങളിൽ ഭർത്താവ് ഇടപെടുന്നതും അലോസരമായി തോന്നി. അവരുടെ പ്രൈവസിയാണ്, നമ്മളതിൽ ഇടപെടേണ്ട എന്ന ചിന്ത സമൂഹത്തിൽ പതിയെ ശക്തി പ്രാപിച്ചു. വിശ്വാസത്തിൻ്റെ വിടവുകൾക്ക് സ്വകാര്യതയുടെ മറയിടാൻ തുടങ്ങി. ഡോക്ടർ രവി അവരുടെ കണ്ണുകളിലേക്ക് നോക്കി. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്താണെന്നോ? ഈ അണുകുടുംബത്തിലും ആളുകൾക്ക് പരസ്പരം പ്രൈവസി വേണമെന്ന് വാശി പിടിക്കാൻ തുടങ്ങിയെന്നതാണ്. ഭർത്താവിന് ഭാര്യയിൽ നിന്ന് പ്രൈവസി, ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് പ്രൈവസി. ഇത് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്താണ്. വിശ്വാസം നഷ്ടപ്പെടുന്നിടത്താണ് സ്വകാര്യതയുടെ അതിർവരമ്പുകൾ കൂടുതൽ ഉയരുന്നത്. ആശയവിനിമയം ഇല്ലാതാകുമ്പോൾ ആളുകൾ തങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടുന്നു. അവർ മൊബൈൽ ഫോണുകളിലും മറ്റ് ഓൺലൈൻ ലോകങ്ങളിലും തങ്ങളുടെ സ്വകാര്യ ലോകം കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇത് കുടുംബ ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ബെഡ്റൂമിൽ പോലും ഭാര്യയും ഭർത്താവും രണ്ട് വ്യത്യസ്ത ലോകങ്ങളിലാണ് ജീവിക്കുന്നത്. അവരുടെ സംഭാഷണങ്ങൾ കുറയുന്നു, പങ്കുവെക്കലുകൾ ഇല്ലാതാകുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. ഡോക്ടർ രവി മുന്നറിയിപ്പ് നൽകി. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു വിഷാദം നിഴലിച്ചു. ഇനി കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞാൽ അച്ഛന് അമ്മയിൽ നിന്ന് പ്രൈവസി, അമ്മയ്ക്ക് മകനിൽ നിന്ന് പ്രൈവസി, മകന് സഹോദരിയിൽ നിന്ന് പ്രൈവസി. അങ്ങനെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും പരസ്പരം വ്യക്തിപരമായ ഇടം വേണമെന്ന് വാശി പിടിക്കും. അവിടെ സ്നേഹവും പങ്കുവെക്കലും ഇല്ലാതാകും. ഓരോ വ്യക്തിയും ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറും. പിന്നീട് ആ കുടുംബം എന്നത് ഒരുമിച്ച് ജീവിക്കുന്ന ഏതാനും വ്യക്തികൾ മാത്രമായി മാറും. അല്ലാതെ പരസ്പരം താങ്ങും തണലുമായിരുന്ന ഒരു കൂട്ടം ആളുകളായിരിക്കില്ല. ഒരു വീട്ടിൽ താമസിക്കുന്ന അപരിചിതരെ പോലെ അവർ ജീവിക്കാൻ തുടങ്ങും. കുടുംബം എന്ന ആശയത്തിന് തന്നെ കോട്ടം തട്ടാം. നാരായണേട്ടനും ശാരദയും അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി. അവരുടെ മനസ്സിൽ ഇരുട്ട് മാറി വെളിച്ചം നിറയുകയായിരുന്നു. തങ്ങളുടെ മക്കൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അവർക്ക് പതിയെ മനസ്സിലായി. ഇത് കേവലം പ്രൈവസി എന്ന വാക്കിൽ ഒതുങ്ങുന്ന പ്രശ്നമായിരുന്നില്ല. മറിച്ച് കാലം മാറുന്നതിനനുസരിച്ച് കുടുംബ ബന്ധങ്ങളിൽ വരുന്ന വലിയ മാറ്റങ്ങളായിരുന്നു. സാങ്കേതികവിദ്യ എങ്ങനെയാണ് മനുഷ്യബന്ധങ്ങളെ അകറ്റുന്നതെന്നും അവർക്ക് ബോധ്യമായി. കൗൺസിലർ ഒരു ദീർഘനിശ്വാസമെടുത്തു. ഈ പ്രൈവസി, എന്നാൽ അതിൻ്റെ അമിത ഉപയോഗം
കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കും. തുറന്ന സംസാരത്തിലൂടെയും പരസ്പര വിശ്വാസത്തിലൂടെയും മാത്രമേ ഈ വിടവ് നികത്താൻ കഴിയൂ. നിങ്ങളുടെ മക്കളുമായി തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കൂ. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കൂ. ചിലപ്പോൾ അവർക്കും പറയാൻ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ അനുഭവിച്ച ഈ ആശയക്കുഴപ്പവും അന്വേഷണവും അവരുമായി ഒരു സംഭാഷണത്തിന് തുടക്കമിടാൻ നിങ്ങളെ സഹായിച്ചേക്കും. നാരായണേട്ടൻ്റെയും ശാരദയുടെയും കണ്ണുകളിൽ പുതിയൊരു വെളിച്ചം നിറഞ്ഞു. അവർക്ക് മുന്നിൽ പുതിയൊരു വഴിയുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. പ്രൈവസി എന്ന വാക്കിൻ്റെ അർത്ഥം തേടിയുള്ള അവരുടെ യാത്ര ജീവിതത്തിൻ്റെ വലിയൊരു പാഠത്തിലേക്കാണ് അവരെ എത്തിച്ചത്. കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും തുറന്ന ആശയവിനിമയത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവർ ബോധവാന്മാരായി. നാരായണേട്ടനും ശാരദയും ഡോക്ടർ രവി മേനോനോടും മെമ്പറോടും നന്ദി പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. അവരുടെ മനസ്സിൽ പ്രൈവസി എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥവും അതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും നിറഞ്ഞു നിന്നു. ഇനി അവർക്ക് മക്കളോട് സംസാരിക്കണം. അവർക്കിടയിലെ ഈ പ്രൈവസിയുടെ ചുരുളഴിക്കാൻ ശ്രമിക്കണം. ഒരുപക്ഷേ ആ തുറന്ന സംഭാഷണത്തിലൂടെ അവരുടെ കുടുംബ ബന്ധങ്ങൾക്ക് പഴയ ഊഷ്മളതയും വിശ്വാസവും വീണ്ടെടുക്കാൻ കഴിഞ്ഞേക്കാം. ഇന്നത്തെ പല ബന്ധങ്ങളും ശബ്ദമുള്ള ശൂന്യതയുടെ ഉന്മേഷങ്ങളാണ്. അവിടെ ചിരിയുണ്ട്, പക്ഷെ സ്നേഹമില്ല. സന്ദേശങ്ങളുണ്ട്, പക്ഷെ അർത്ഥമില്ല. സമീപതയുണ്ട്, പക്ഷെ ഹൃദയബന്ധമില്ല. പ്രൈവസി അതൊരു അവകാശം മാത്രമല്ല, അത് പരിധികളില്ലാതെ വളർന്നാൽ ശാന്തതയുടെ രൂപത്തിൽ തുടങ്ങി ഒടുവിൽ ഏകാന്തതയായി തീരുന്ന ഒരു വഴിയോര മാലിന്യമാണ്.